പോർക്ക് സ്റ്റേക്കാണ്. ഒരെണ്ണം ഒരു 200 to 250 ഗ്രാമോളം വരും. അതുപോലെ കഴുകി സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. മാരിനേഷൻ ഈസ് സോ ഈസി. ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ദെൻ ടൊമാറ്റോ, ദെൻ പിന്നൊരു ഹാഫ് ലെമൺ ഉണ്ട്. പിന്നെ ഇത് വിനെഗറാണ്, ആപ്പിൾ വിനെഗറാണ് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ കുറച്ച് ഒലിവ്. സ്പൈസസ് ആഡ് ചെയ്യുന്ന അധികം പൊടിയൊന്നും. ഞാൻ പോർക്കായതിൻ്റെ പേരിൽ കുറച്ച് നമ്മുടെ ഗരം മസാലയില്ലേ, അത് മെയിനായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് സോൾട്ട് ആൻഡ് പെപ്പറാണ്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ നമ്മൾ ഈ ജാറിനകത്ത് ഇടുന്നു, ഒറ്റാക്കി എടുക്കുന്നു, അടിപൊളി പേസ്റ്റ് ആടുന്നുണ്ട്. കാരണം ഇതുപോലെ പാൻ എടുക്കുക. ഞാനിതിൽ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, എണ്ണ ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിച്ചിട്ടില്ല. കണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ബീഫൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വരില്ലേ, വെള്ളം ഒഴിച്ചില്ലെങ്കിലും അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങണം. അതേപോലെ തന്നെ ഈ മീറ്റിൽ നിന്നും വെള്ളം ഇങ്ങനെ ജ്യൂസായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ലോ ഫ്ലെയിമിലായതുകൊണ്ട് ഇതിങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡ് വെച്ച് അടച്ചു വെക്കാം. പിന്നെ ചെയ്യേണ്ട പരിപാടി, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് കുക്കായി കഴിയുമ്പോൾ കുറച്ച് ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേക്കിൻ്റെ ടെസ്റ്റർ ആവും. അതായത് ഈ ജ്യൂസ് എല്ലാം ഡ്രൈ ആയി സ്റ്റേക്കിൻ്റെ ടെസ്റ്റർ ആയി കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. ദെൻ നോർമൽ ടെമ്പറേച്ചർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. ദെൻ ഇറ്റ്സ് റെഡി ടു ഈറ്റ്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്പൈസസ് ഒന്നും അത് ആഡ് ചെയ്യാതെ വരുമ്പോൾ നമുക്കതിൻ്റെ റിയൽ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. മറ്റേതെന്ന് വെച്ചാൽ അതിൻ്റെ സ്പൈസസിൻ്റെ ടേസ്റ്റ് ആയിക്കുള്ള മുമ്പിട്ടിരിക്കുന്നത്. മിനിമലായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാരിനേഷൻ ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രിപ്പയർ ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് ആ മീറ്റിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ റിയൽ ജെനുവിനായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. ഈ ഒരു മാരിനേഷനിലും ഇൻഗ്രീഡിയൻസിലും ഞാൻ ഓക്കെയാണ്. നമുക്ക് ഡെയിലി ജോലിക്ക് പോകുന്നതുകൊണ്ട് കുക്കിങ്ങിൽ ടൈം പോണ്. നോർമൽ ഫുഡ് ഉണ്ടാക്കാനായിട്ട് അധികം പരിപാടിയൊന്നും. ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുഡിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് വൺസ് നിങ്ങൾ ഇതേപോലെ 6 സ്റ്റേക്ക് ഒന്നും ഇതേപോലെ ആക്കി വെക്കണ്ട. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ സെയിം മാരിനേഷൻ ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിതാണ് ചെയ്തു വരുന്നത്. ഞാനിങ്ങനെ ഓരോന്നും ഷോർട്ട് കട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഷോർട്ട് കട്ട് വേണം, പിന്നെ നമുക്കത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും വേണം. അത് ട്രൈ ആണ്. നിങ്ങൾക്കും ഇത് ഓക്കെ ആയിരിക്കും. സോ ട്രൈ ഇറ്റ്, ദെൻ get me the feedback on comment box. Hopefully see you next video. Till then, bye bye, take care, ciao.